ഇവിടെ പത്മകുമാറിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു എന്ന് കേൾക്കുന്നുണ്ട്. അദ്ദേഹത്തിന് എന്തോ അനാരോഗ്യമോ എന്തോ അസൗകര്യമോ പറഞ്ഞ് ഹാജരാവുന്നില്ലെന്ന് പറയുന്നു. അറസ്റ്റ് ഉണ്ടാകുമെന്ന് കേൾക്കുന്നു. അറസ്റ്റ് ഉണ്ടാകുന്നില്ലാവട്ടെ. ഇതിനു മുമ്പ് നമ്മൾ ചർച്ചയ്ക്കിരിക്കുമ്പോൾ ശ്രീ എൻ വാസുവിനെ ചോദ്യം ചെയ്ത് വിട്ടയച്ചത് തെളിവില്ലാതെയാണ് എന്ന് അങ്ങ് പറയുന്നുണ്ടായിരുന്നു. SIT എൻ വാസുവിനെ അറസ്റ്റ് ചെയ്യുന്നത് കൃത്യം തെളിവുകൾ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണോ ശ്രീ പി കെ ഗോപൻ? ശ്രീ ഹാഷ്മി, ഞാൻ അന്ന് താങ്കളുടെ തന്നെ ചർച്ചയിൽ സൂചിപ്പിച്ചത് ശ്രീ എൻ വാസുവിനെ SIT അറസ്റ്റ് ചെയ്യുന്നെങ്കിൽ അത് കൃത്യമായ തെളിവോടുകൂടി ആയിരിക്കണം. അല്ലെങ്കിൽ എൻ വാസുവിനെ പോലുള്ള ഒരാൾക്ക്, അല്ലെങ്കിൽ അതുപോലുള്ള ആരായിക്കൊള്ളട്ടെ, തെളിവില്ലാതെ അറസ്റ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ കോടതിയിൽ നിന്ന് അവർക്ക് വളരെ കൃത്യമായി രക്ഷപ്പെടാൻ അവസരം കിട്ടും. അതുകൊണ്ട് SIT ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കെല്ലാവർക്കും അഭിമാനകരമായ രീതിയിൽ കൃത്യതയോടുകൂടി അന്വേഷിക്കുകയാണ്. അപ്പോൾ നല്ല തെളിവോടുകൂടി വേണം അവർ ഒരാളെ അറസ്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ അവരുടെ പേരിൽ നിയമ നടപടി സ്വീകരിക്കാൻ. ആ ജോലി SIT കൃത്യമായി ചെയ്യുകയാണ്. ഒരു പരാതിയും SIയെ സംബന്ധിച്ച് ഞങ്ങൾക്കാർക്കുമില്ല. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ SIT എടുക്കുന്ന ഈ നിലപാടിൻ്റെ പിന്നിൽ തന്നെയാണ് നമ്മളെല്ലാവരും, പ്രത്യേകിച്ച് കേരളത്തിലെ സർക്കാരും ഇടതുപക്ഷവും എല്ലാം SITയുടെ പിന്നിൽ തന്നെയാണ്. അത് എൻ വാസുവല്ല, ആരിലേക്ക് എത്തിയാലും അവരെ സംരക്ഷിക്കില്ല എന്നാണ് പാർട്ടി സെക്രട്ടറി പറഞ്ഞത്. അങ്ങയുടെ പരിഹാസത്തോടു കൂടി പാർട്ടി സെക്രട്ടറിയുടെ വിലയിരുത്തലിനെ കുറിച്ച് പറഞ്ഞു. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന ഭാരവാഹി, സംസ്ഥാന ഗവൺമെൻറ്റിനെ നയിക്കുന്ന പാർട്ടിയുടെ ഭാരവാഹി പ്രതികൾക്ക് വേണ്ടിയും കുറ്റവാളികൾക്ക് വേണ്ടിയും ഒരു വാക്ക് മിണ്ടില്ലെന്നല്ല, അരവാക്ക് പോലും മിണ്ടില്ലെന്ന് പറഞ്ഞാൽ അതിനെയൊക്കെ നമ്മൾ പരിഹാസത്തോടു കൂടിയാണോ കാണേണ്ടുന്നത്? അതോ അത്തരം സംരക്ഷണം കൊടുക്കാത്ത നിലപാടിനെ ശ്ലാഘിക്കുകയാണോ വേണ്ടത്? ഒരു തരത്തിലും ഗവൺമെൻറ് കുറ്റവാളികളെ സംരക്ഷിക്കില്ലെന്നല്ലേ പറഞ്ഞത്? അതുകൊണ്ട് നേരത്തെ അങ്ങ് ചോദിച്ചത് തന്നെ SITയുടെ തെളിവ് അവർ കണ്ടെത്തിയിട്ട് തന്നെ ആയിരിക്കണം ശ്രീ വാസുവിനെ അറസ്റ്റ് ചെയ്തത്. അദ്ദേഹം കുറ്റവാളിയല്ലെന്ന് അദ്ദേഹത്തിനാണ് ഇനി തെളിയിക്കാനുള്ള ഉത്തരവാദിത്വം. സർക്കാർ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യില്ല. എൻ വാസുവിനെതിരെ കൃത്യമായി ഈ കാട്ടുകൊള്ളയിൽ എന്ന് പറഞ്ഞാൽ സുഭാഷ് കപൂർ മോഡൽ അന്താരാഷ്ട്ര കള്ളക്കടത്ത് എന്നൊക്കെ കോടതി സംശയിക്കുന്ന വലിയ ഡയമെൻഷനുള്ള കൊള്ളയിൽ എൻ വാസുവിന് പങ്കുണ്ടെന്ന് SITക്ക് തെളിവുകൾ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ്, അല്ലേ ശ്രീ പി കെ ഗോപൻ? തീർച്ചയായിട്ടും അതായിരിക്കും. അല്ലാതെ SIT അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം SITയുടെ ഇതുവരെയുള്ള നീക്കങ്ങൾ വെച്ച് നോക്കിയാൽ SITയെ സംബന്ധിച്ച് അവർ ഏതെങ്കിലും തരത്തിൽ വ്യാജമായ ഒരു പ്രശ്നത്തിലേക്ക് കടന്നിട്ടില്ല. ഇത്രയും സമയത്തെ അവരുടെ നിരീക്ഷണവും ഇടപെടലും നമ്മൾ സപ്പോർട്ട് ചെയ്യുകയാണ്. അതുകൊണ്ട് SIT അങ്ങനൊരു തെളിവ് കണ്ടെത്താതെ അറസ്റ്റ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പി കെ ഗോപൻ, അപ്പോൾ ഈ അരവർത്താനം പോലും പറയില്ല, അന്വേഷണത്തിന് വഴിക്ക് പോകട്ടെ, ആരെയും സംരക്ഷിക്കില്ല പോലെയുള്ള മറുപടി ഓക്കെ, സതീഷ് കുമാർ വരെ മുരാരി ബാബുവിൽ വരെ ഓക്കെയാണ്, വർക്കൗട്ട് ആവുന്നതാണ്. പക്ഷേ ഇവിടെ നോക്കൂ, 27-ാം വയസ്സിൽ തന്നെ രാഷ്ട്രീയ പദവി, 2 തവണ പഞ്ചായത്ത് പ്രസിഡന്റ്, ഏരിയ സെക്രട്ടറി, PK ഗുരുദാസൻ അഡീഷണൽ PS, പരിപൂർണ്ണ കമ്മിറ്റി റിപ്പോർട്ട് അവഗണിച്ച് ദേവസ്വം കമ്മീഷണർ, തൊട്ടു പിന്നാലെ ദേവസ്വം പ്രസിഡന്റ്, അടിമുടി പാർട്ടിക്കാരനാണ്. അത് കഴിഞ്ഞ് അടുത്ത പാർട്ടി നേതാവ് പത്മകുമാറിലേക്കാണ് SITയുടെ പോക്ക്. ശ്രീ പി കെ ഗോപൻ, അന്വേഷണത്തിന് വഴിക്ക് പോകട്ടെ എന്ന പതിവ് മറുപടി, എപ്പോഴും പറയുന്ന മറുപടി ഇതിന് മതിയാവുമോ? അകത്തായിരിക്കും നിങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ് ശ്രീ പി കെ ഗോപൻ, അതും ഒരു കാട്ടുകൊള്ളയിൽ അരവർത്താനം പറയില്ലെന്ന് പറഞ്ഞാൽ മതിയാവുമോ? ബയോഡേറ്റ് അങ്ങ് ശ്രീ എൻ വാസു സാറിൻ്റെ ബയോഡേറ്റ അവതരിപ്പിച്ചതിൽ അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്താണ്, യൗവനകാലത്താണ് അദ്ദേഹം പഞ്ചായത്ത് പ്രസിഡൻ്റായതും പാർട്ടി പ്രവർത്തകനായിരുന്നതും. അദ്ദേഹം ഏരിയ സെക്രട്ടറി ആയിട്ടില്ല. അദ്ദേഹം ഏരിയ കമ്മിറ്റി അംഗമായിരുന്നിട്ടുണ്ട്. അതൊക്കെ ആദ്യകാലത്താണ്. ഏരിയ കമ്മിറ്റിയല്ല, അന്ന് ഏരിയ കമ്മിറ്റി ഇല്ല ജില്ലയിൽ, താലൂക്ക് കമ്മിറ്റിയുടെ ഭാഗമാണ്. അപ്പോൾ അന്നത്തെ കാലത്ത് അദ്ദേഹം ചെറുപ്പകാലത്താണ് ആ യുവജന സംഘടനയുടെയും അതുപോലുള്ള പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടായിരുന്നത്, പഞ്ചായത്ത് പ്രസിഡൻ്റായത്. അതിനുശേഷം അദ്ദേഹം രാഷ്ട്രീയത്തോട്, ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ CPMൻ്റെയും താല്പര്യത്തിൽ നിൽക്കുന്ന ആളാണെന്ന് കരുതി അദ്ദേഹം പാർട്ടിയുടെ പ്രവർത്തകനായിരുന്നിട്ടില്ല, പൂർണ്ണസമയ പ്രവർത്തകനല്ല. അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ വഹിച്ചിട്ടുണ്ട്. ഒരു ജഡ്ജിയുടെ നിലവാരമുള്ള ഉത്തരവാദിത്തങ്ങൾ വഹിച്ചിട്ടുണ്ട്. അതുപോലെ വളരെ വളരെ ക്രിസ്റ്റൽ ക്ലിയറായ അഴിമതി വിമുക്തമായി എന്ന്, അല്ലെങ്കിൽ അഴിമതി വിമുക്തമായിരിക്കുന്ന അനേകം കമ്മ്യൂണിസ്റ്റുകാരെ പോലെ തന്നെ ഒരാളായിരുന്ന ഒരു ബഹുമാനപ്പെട്ട മന്ത്രിയുടെ വിശ്വസ്ത ഉദ്യോഗസ്ഥ വൃന്ദത്തിൽപ്പെട്ട ആളാണ്. അങ്ങനെ ഒരു അഴിമതിയുടെ ലാഞ്ചനയുള്ള ഒരാളെ അവിടെ പ്രവേശിപ്പിക്കില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു നല്ല ട്രാക്ക് റെക്കോർഡുള്ള ആളാണ് എൻ വാസു. പക്ഷേ അദ്ദേഹം ദേവസ്വം ബോർഡിൻ്റെ കമ്മീഷണറായിരിക്കുമ്പോഴും പ്രസിഡൻ്റ് ആയിരിക്കുമ്പോഴും അവിടെ പാലിക്കേണ്ടുന്ന ഏതെങ്കിലും തരത്തിൽ വീഴ്ച അദ്ദേഹത്തിന് ഉണ്ടായതുകൊണ്ടായിരിക്കണം SIT അദ്ദേഹത്തെ തീർച്ചയായിട്ടും ഈ കേസിൽ അറസ്റ്റ് ചെയ്തത്. അതുകൊണ്ട് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത് SITയുടെ ഒരു
നിലപാടിനെ നമ്മൾ തള്ളിക്കളയുന്നില്ല. രണ്ടാമത് പത്മകുമാറിലേക്ക് എത്തുമോ? പത്മകുമാറിലേക്ക് എത്തിയാലും ഇതിനപ്പുറത്ത് മറുപടിയില്ല ശ്രീ ഹാഷ്മി. കാരണം പത്മകുമാർ കുറച്ചുകൂടി ഉത്തരവാദിത്തപ്പെട്ട നേതാവാണ്. അദ്ദേഹത്തിന് ഒട്ടും വീഴ്ച പറ്റിക്കൂടാത്തതാണ്. ശ്രീ എൻ വാസുവിന് വീഴ്ച പറ്റിയാലും വീഴ്ച പറ്റിക്കൂടാത്ത ആളാണ് പത്മകുമാർ. അദ്ദേഹം പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരിക്കുമ്പോഴാണ് അവിടെ പ്രസിഡന്റ് ആകുന്നത്. വളരെ ചുരുക്കം സന്ദർഭങ്ങളിൽ മാത്രമേ CPIM പാർട്ടി നേതൃത്വത്തെ ദേവസ്വം ബോർഡ് ഏൽപ്പിച്ചിട്ടുള്ളൂ. അല്ലാത്ത സമയത്ത് അത് ഏൽപ്പിച്ചിട്ടില്ല. വീണ്ടും ഇപ്പോൾ നമ്മൾ പാർട്ടി നേതൃത്വത്തിൽപ്പെടാത്ത ഒരാളെ വളരെ അംഗീകാരം പിടിച്ചു പറ്റിയ ഒരു IAS കേഡറെ കൊടുത്തത് ശബരിമലയെ പോലുള്ളൊരു സ്ഥലത്ത് ഒരു മാൽ പ്രാക്ടീസും സംഭവിച്ചുകൂടാ. ഏൽപ്പിക്കാൻ പാടില്ല എന്നുള്ളതുകൊണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.